ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് ഉച്ചയ്ക്ക് കേർഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കണം തോന്നിയത്. അപ്പോൾ ഇവിടെ ഓൾറെഡി കുക്ക് ചെയ്ത റൈസിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടു. അതിനുശേഷം ആ ചൂട് ചോറും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതാവുമ്പോൾ ബട്ടർ നല്ല രീതിക്ക് നമ്മുടെ റൈസിലേക്ക് അലിഞ്ഞ് ചേരും. ഒന്ന് കുഴഞ്ഞൊരു കൺസിസ്റ്റൻസി ആയി കിട്ടും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേർഡ് ഞാൻ വീട്ടിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ആക്ച്വലി പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് മിൽക്കി മിസ്റ്റിൻ്റെ കേർഡൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. കാരണം വളരെ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള നല്ല കേർഡാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ കേർഡും ബട്ടർ റൈസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ആക്ച്വലി പാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലും ആഡ് ചെയ്യാം. അത് ബെസ്റ്റ് കോമ്പിനേഷനാണ് അത് മൂന്നും കൂടി. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഈ ഗാർണിഷിങ്ങിൻ്റെ ഐറ്റംസ് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചൂടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കടായാണ്. അതിനകത്തേക്ക് ഞാൻ ബട്ടറും ഓയിലും യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്യാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാൻ അതിനകത്തേക്ക് ഓൾറെഡി കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിന് കൂടെ കുറച്ച് കടുക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതുപോലെ കടലപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരണം. അപ്പോൾ കടലപ്പരിപ്പ് ഇതും റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പം ഇഞ്ചിയും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് റോസ്റ്റായി വരണം. അപ്പം ഈ ഇഞ്ചിയോടൊപ്പം ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു നല്ലൊരു ബ്രൗൺ കളർ വരുന്ന രീതിക്ക് തന്നെ അത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് മാറിക്കിട്ടും. ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഈ പറഞ്ഞാൽ നന്നായിട്ട് റോസ്റ്റായി വരണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കേർഡ് റൈസിന് അത് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. അപ്പം ശരിക്കും ഈ ഒരു ഗാർണിഷിങ്ങിലാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കേർഡ് റൈസിന് ടേസ്റ്റ് വരുന്ന കാര്യങ്ങളുള്ളത്. ഈ പറഞ്ഞ ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട്. ഞാൻ ലാസ്റ്റാണ് ഇവിടെ വറ്റൽമുളക് ആഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വറ്റൽമുളക് ആദ്യമേ കടുകിൻ്റെ കൂടെ ഇട്ടാൽ അത് കരിഞ്ഞു പോകും, നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ട് അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് കൂടി ഇങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം കറക്റ്റായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് കുക്കറിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കേർഡ് റൈസ് മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ആഡ് ചെയ്യാം. സോ നമ്മുടെ കേർഡ് റൈസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഗാർണിഷിങ്ങിൻ്റെ ടേസ്റ്റ് അകത്തേക്ക് ഇറങ്ങാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കും. നിങ്ങളിപ്പോൾ നോക്കുമ്പം കാണാൻ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. പക്ഷേ ഈ ലൂസ് കൺസിസ്റ്റൻസി ഇരുന്ന് സെറ്റ് ആയിക്കോളും. ആൻഡ് ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ചേക്കുന്നതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മാതളമാണ്. ഓക്കെ, അതും കൂടി ഇട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1-2 hours ഇതിരിക്കുന്നതാണ് നല്ലത്. സോ നമ്മുടെ കേർഡ് റൈസ് ഇവിടെ റെഡിയാണ്.